ഇന്ന് നല്ല പ്രസന്നമായ ഒരു ദിവസമായിരുന്നു കേട്ടോ. നല്ല വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ദിവസം നമ്മൾ ജോലിക്കൊക്കെ പോയി വന്നിട്ടുള്ള നമ്മുടെ ഒരു സായാഹ്നത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹായ്. വെളിച്ചമില്ലല്ലോ ഇവിടെ, വെളിച്ചം കുറവാണ്, ശബ്ദം കുറവാണ്, വെളിച്ചം കുറവാണ്. അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പം തൽക്കാലം ഒരു ചെറിയ സാൻഡ്വിച്ച് കഴിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ എന്ത് ചെയ്യാൻ പോവാ നമ്മൾ എന്ത് ചെയ്യാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാ. അപ്പോൾ നമുക്ക് കാണാം. സോസ് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ നമ്മൾ ചായ വെക്കുന്നുണ്ട്. ഓവൻ വന്ന് പ്രീ ഹീറ്റ് ചെയ്യാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ചായയും ഒരു ചെറിയ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യും. പിന്നെ കേട്ടാവേ, നമ്മൾ ഒരു ബ്രെഡ് പാനിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് ലെയർ കൂടെ വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഇത് ചെയ്യും. അപ്പോൾ ആ ചീസ് മെൽറ്റാവും. അത് കഴിഞ്ഞ് നമ്മൾ ഒരിഗാനോ പൗഡർ ആട്ടോ ഇട്ട് കൊടുക്കണേ. നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒരിഗാനോ പൗഡറും ഇട്ട് ഇടുന്നത്. ഇത് താൽക്കാലിക ശമനത്തിനാട്ടോ, വിശപ്പ് താൽക്കാലികമായി ശമിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന സാൻഡ്വിച്ചാണ്. ഇത് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. വേണ്ട, നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. ഒന്ന് കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മേലെ ജമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടീ പാക്കറ്റ് ചായ തിളപ്പിക്കാൻ പോകണം. എന്താ പരിപാടി? ഇത് ബ്രെഡ് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തു. അത് ഞാൻ ഒരു ചെറിയ ഇത് വന്നിട്ട് ഇതെന്താ സാധനം, ബട്ടർ ഇച്ചിരി അൺസോൾട്ടഡ് ബട്ടർ. ഞാനൊരു കുറച്ച് എന്താ പറയുക ജാം അപ്ലൈ ചെയ്തിട്ട്. നാളത്തേക്കുള്ളതല്ലേ? ഒറ്റ സ്പൂണും കാണാനില്ല. നാളത്തേക്കുള്ളത് നാളെ എനിക്ക് ട്രെയിനിൽ പോകുമ്പോൾ കഴിക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ ഒത്തിരി ബ്രേക്ക് ഒത്തിരി ലേറ്റ് ആവുമല്ലേ? ബ്രേക്ക് ആകുമ്പോഴേക്കും 10-11 മണിയൊക്കെ ആവും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചായയൊക്കെ അവിടെ നിന്ന് കുടിക്കാമല്ലോ. അതുകൊണ്ട് അവർക്കൊന്നും വിശക്കില്ല. ഫോണിലേക്ക് ഇത് അലാം വന്നില്ലേ? എൻ്റെ ഫോണിലേക്ക് വന്നു, എല്ലാവരുടെ ഫോണിലേക്കും വന്നു. ഡിസാസ്ട്രസ് വാർണിംഗ്. അതായത് കാറ്റ് എന്താണ്, കാറ്റ് എന്ത് കാറ്റാ? ആ കാറ്റിനൊരു പേരുണ്ട്. കാറ്റിൻ്റെ പേര് ഞാൻ പറയാം. അപ്പം ഞാനിത് ഒരു ബ്രെഡാട്ടോ കൊണ്ടുപോകണുള്ളൂ. ഒരു ബ്രെഡ് എനിക്ക് രാവിലെ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ നമുക്കൊരു 10-11 മണി വരെ നിൽക്കേണ്ടത് കൊണ്ട് ഞാൻ ഒരു ബ്രെഡ് എന്ത് ചെയ്യും, ഇത് നമുക്ക് ഒരു ബ്രെഡും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് 2 ബ്രെഡ് ആക്കാം. അപ്പോൾ പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഞാൻ രാവിലെ കഴിക്കും. അതിനുള്ളതാണിത്. നല്ല കാര്യം. ഭയങ്കര കാറ്റാട്ടോ. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇതെന്താണെന്ന് പറയാം ഇതിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഏർലി മോർണിംഗ് ഫാസ്റ്റ്. ഇതിനെന്താ പറയാന്ന് പറഞ്ഞ
ഇത് ബ്രെഡ് ഓംലെറ്റും ബ്രെഡ് പിസ്സ എല്ലാം കൂടെ കൂടിയതാ. കുറച്ച് ഒരിഗാനോ പൗഡറും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടപ്പോൾ പിസ്സയായി. പിന്നെ ഓംലെറ്റ് അതിൻ്റെ മേലെ വെച്ചപ്പോൾ ബ്രെഡ് ഓംലെറ്റും ആയി. അങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നത്, ഒരിഗാനോ പനിക്കൂർക്കയുടെ ഇലയാണെന്ന്. പിന്നെ അതുപോലെ നമ്മുടെ രാമതുളസിയുടെ അരി എന്താ, കസ്കസ്. ഞാൻ വീട്ടിലൊരു രാമതുളസി നട്ടിട്ടുണ്ട് കസ്കസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലുണ്ടായി നിറച്ചുണ്ടായി അതിൽ. പക്ഷെ എടുക്കാൻ സമയം എനിക്ക് കിട്ടിയില്ല. നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പോരുന്നതിന് മുമ്പ്. അതെനിക്ക് ആ ഒരു പേഷ്യൻറ്റിൻ്റെ കൊച്ച് കൊണ്ടുവന്ന് തന്നാ വടക്കഞ്ചേരിയിൽ രാമതുളസി. എന്തിനാ, എനിക്കൊരു മാവും അല്ല പേരയും ഒരു രാമതുളസിയും കൊണ്ടു തന്നു. ഞാൻ ചോദിച്ചിട്ട് തന്നൊന്നുമല്ല, പക്ഷെ ഞാൻ അപ്പം ഇങ്ങനെ രാമതുളസി കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ കൊച്ചു കൊണ്ടുവന്ന് തന്ന എനിക്ക്. വൃത്തി ഉണ്ടെങ്കിലല്ലേ വൃത്തികേടുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രില്ല് ആവുന്ന സമയം പറയാം. ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഇങ്ങനെ അഫിർമേഷൻസ് പറയുക, അല്ലെങ്കിൽ നല്ല ചിന്തകൾ. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിലെ കാറ്റിസം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ സെമിനാരിയിലും കോൺവെൻറ്റിലും ഒക്കെ നമ്മളോട് ദൈവസാന്നിധ്യ സ്മരണ കാക്കണം, പിന്നെ എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം. അത് അങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വേറെ കുറേ കാര്യങ്ങൾ, നമ്മുടെ തോട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നല്ല ധൈര്യം ഉണ്ടാവും. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ ഒക്കെ കുറേ പേര് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. കുറേ പേര് അഫിർമേഷൻസ് പഠിപ്പിക്കുന്നു, പോണോ പ്രെയർ പഠിപ്പിക്കുന്നു, നല്ല ചിന്തകൾ, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ തോട്ടിനെ നെഗറ്റീവ് ആവാതെ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മനസ്സിനെ പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റിയാലാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള വീഡിയോസിൻ്റെ താഴെ പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈശോ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ദൈവം എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ക്രിസ്ത്യൻസിന് ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അപ്പം തോന്നിയൊരു കാര്യമാണ്, എനിക്കറിയാവുന്ന ഒരു കാര്യം. ഇപ്പം ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ദൈവവചനമാണ് മനസ്സിൽ ഉരുവിട്ട് നടക്കാറ്. അപ്പം അതിൻ്റെ ഒരു ശക്തി നമുക്ക് ഫീൽ ചെയ്യും. ശക്തി ഫീൽ ചെയ്യും എന്നല്ല, ശക്തി ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ദൈവവചനം ഉണ്ട്. ഇപ്പം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത്, വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും നിയോഗങ്ങളെയും ഒക്കെ വിവേചിച്ചറിയാൻ കഴിയുന്ന ഒരു വചനമാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അത്രയും ശക്തിയുള്ള ഒരു വചനം, ഒരു വചനമല്ല ഒരുപാട് വചനമുണ്ട്. അപ്പം അതിൽ നമുക്ക് ഓരോ നിയോഗങ്ങൾക്കും ചേർന്നിട്ടുള്ള വചനം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നിയോഗത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ആ നിയോഗത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ആ ആഗ്രഹം സാധിക്കാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആ വചനത്തിൽ കൂടെ നമുക്കൊരു നല്ല ശക്തി കിട്ടും. ദൈവം നമ്മുടെ ഒപ്പമുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്യണം. ഇപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെ ആൾക്കാർ വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ. വചനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വചനം റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ട്. ഞാനൊരിക്കൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത, കുട്ടി മീൻസ് എന്നേലും താഴെ ആയതുകൊണ്ടാണ് ഞാൻ കുട്ടി എന്ന് പറയുന്നത്. ആ കുട്ടി പറഞ്ഞത്, ആ കുട്ടി ദൈവത്തിനെല്ലാം സാധ്യമാണ്, ലൂക്ക 1:27 ആ വചനം റിപ്പീറ്റ് ചെയ്ത് എഴുതും. ഒരു സെക്കൻഡേ, നമ്മുടെ ഗ്രില്ലിൽ നമുക്ക് വെക്കണം, ചിക്കൻ വെക്കണം, അതിനുള്ള പരിപാടിയാണ്. പറ്റി നമ്മളൊരു കാര്യം മറന്നുപോയി, ഫോയിൽ പേപ്പർ വിരിക്കാൻ മറന്നുപോയി. ഫോയിൽ പേപ്പർ വിരിച്ചില്ലാന്നകത്ത് അത് മുറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല. ഇതിനകത്ത് കത്രികയുണ്ട്. ഫോയിൽ പേപ്പർ ഇരിക്കുകയാണെങ്കിൽ ഈ ചിക്കൻ്റെ അതിൽ നിന്ന് നെയ്യ് ഇങ്ങനെ ഉരുകി താഴേക്ക് ചാടും. അപ്പോൾ നമുക്ക് പിന്നെ അത് ചിരണ്ടി കഴുകാനൊക്കെ കുറച്ച് പാടാണ്. ഫോയിൽ പേപ്പറാണെങ്കിൽ ജസ്റ്റ് അത് ചുരുട്ടി കളഞ്ഞാൽ മതി. അതുകൊണ്ട് ഫോയിൽ പേപ്പർ ഈ ട്രേയിൽ നമ്മൾ വിരിക്കും. പക്ഷെ അത് ഫസ്റ്റ് വിരിക്കാൻ മറന്നുപോയി. കൈ പൊള്ളാണ്ട് വയ്ക്കണേ. ഓക്കെ, ഗുഡ്. നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചു. ഇത് നേരത്തെ തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. 3-4 ദിവസമായില്ലേ?
ഞങ്ങൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തതാണ്. കണ്ടോ, ഞാൻ താഴെ ഫോയിൽ പേപ്പറിൽ അടുക്കും. അങ്ങനെ നമ്മുടെ ഗ്രില്ലാവട്ടെ. കാറ്റിനെ കുറിച്ച് പറയും. എന്താണ് കാറ്റ്? കാറ്റിന്റെ പേര് അതായത് നാളെ ഇവിടെ കാറ്റാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു 5 മണിയൊക്കെ ആയപ്പോൾ ആദ്യത്തെ അലാം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങി 7:30 ഇറങ്ങിയപ്പോൾ എനിക്ക് അലാം വന്നു. ഇപ്പൊ വീണ്ടും വന്നില്ലേ? ചേട്ടയുടെ ഫോണിൽ ഇപ്പൊ വന്നില്ലേ? എന്റെ ഫോണിലല്ല, ഇപ്പൊ വീണ്ടും ഇപ്പൊ വന്നത് ചേട്ടയുടെ ഫോണിലല്ലേ? എന്റെ ഫോണിലാണ് വന്നേ. അപ്പൊ എനിക്ക് 3 പ്രാവശ്യം കിട്ടി. അതായത് നമുക്ക് വാർണിംഗ് അലാം വരും, ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് ഞാൻ ഇതിനകത്ത് ജസ്റ്റ് കാണിക്കാം. ഒരു മെസ്സേജ് വന്നു, നാളെ ഭയങ്കര വിൻഡായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ ഡ്രൈവിങ് അതിനൊക്കെ പ്രശ്നം ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആയിരിക്കില്ല. ഇന്ന് വെളുപ്പിന്, അതായത് നാളെ 3 AM തൊട്ട് നാളത്തെ ഒരു ഫുൾ ഡേ ഭയങ്കര കാറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരിക്കുകയാണ്. അതിങ്ങനെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നെ. നമ്മൾ ശരിക്കും എന്താണ് നമുക്കൊരു ഇത് തോന്നും, ഒരു പ്രത്യേക അലാം പോലെ. ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് പിന്നെ റെഡ് അലർട്ട്, ഇങ്ങനെ ഒരു റെഡ് ഇങ്ങനെ ആശ്ചര്യ ചിഹ്നം ഇങ്ങനെ റെഡ് കളറിൽ വന്നു. ഞാൻ പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് കരുതി ഇങ്ങനെ വൈറസ് ഒക്കെ കയറിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ ഫോണ് അഫക്റ്റഡ് ആയിട്ട്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സേജ്, ഇത് എന്താണോ മെസ്സേജ്, അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മെസ്സേജ്. സൗണ്ടും വന്നു, വൈബ്രേഷൻ. പിന്നെ എനിക്ക് വന്നു, എനിക്കിപ്പോ 3 പ്രാവശ്യം വന്നു, ഇപ്പോഴും വന്നു. അപ്പോൾ അത് അങ്ങനെ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നാളെ മിക്കവാറും ട്രെയിനുകളെല്ലാം ക്യാൻസൽ ആവും, ബസ്സുകളൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ബസ്സുകാരൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട്. നമുക്ക് ബസ്സിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അപ്പൊ അവരൊക്കെ നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, നാളെ ബസ്സുകൾ ഇന്ന റൂട്ടിക്കൊന്നും ഉണ്ടാവില്ല എന്ന് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. 7-ാം തീയതി പറയുന്നത്. പക്ഷേ 2-3 ദിവസത്തിന് നോക്കണ്ട, കാരണം കാറ്റൊക്കെ ആയിട്ട് പിന്നെ ട്രെയിൻ, റെയിൽവേ ട്രാക്കും ചിലപ്പോ മേ ബി നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. പക്ഷെ അതൊക്കെ എല്ലാം വേഗം സെറ്റപ്പ് ആക്കോട്ടെ അവര്. അപ്പൊ അങ്ങനെ നാളത്തെ ദിവസം കാറ്റാണ്. അതാണ് ഇന്നത്തെ വിശേഷം. അപ്പൊ നമ്മുടെ ചിക്കൻ ഗ്രില്ലായിക്കൊണ്ടിരിക്കുക. നാളെ ഞാൻ ട്രെയിനിൽ പോവില്ല, എന്റെ ഫ്രണ്ടിന്റെ കൂടെ കാറിലാണ് പോവാ. അവരെ എല്ലാ ദിവസവും ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഷിഫ്റ്റ്. അപ്പൊ ഇന്ന് ഭാഗ്യത്തിന് ഒരാളുണ്ട്, അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ. അപ്പോൾ എനിക്ക് ആ കാറിന് പോവാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഊബർ വിളിക്കേണ്ടി വരും, ട്രെയിൻ ഇല്ലാണ്ട് ആയി കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് ഊബറിനെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ടാവില്ല ഇപ്പോൾ. അപ്പം നമ്മൾ ഒരു സൈഡ് കുക്കായി കഴിഞ്ഞപ്പോൾ ഗ്രില്ല് തുറക്കുക കേട്ടോ. ഇത് മറച്ചിട്ട് കൊടുക്കണം. പുക കൂടി കഴിഞ്ഞാൽ അലാം അടിക്കും, അതുകൊണ്ടാണ് പതുക്കെ തുറക്കണേ. ഉണ്ടാവും നമ്മുടെ താഴത്തെ പ്ലേറ്റിലെ ഫോയിൽ പേപ്പറിലേക്ക് വീണ്. ഫോയിൽ പേപ്പർ ആവുമ്പോൾ ഉരുകില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടാട്ടോ മറിച്ചിടുന്നേ, നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ല, ഗ്രിൽ ഗ്ലൗസ് ഒന്നും ഇല്ല. നമുക്ക് കാന്താരി അരച്ചിടായിരുന്നു അല്ലേ. നമ്മളിങ്ങനെയാട്ടോ കഴിക്കാൻ പോണത്. അത് ജസ്റ്റ് അപ്പോൾ ഇന്നലെ നമ്മുടെ എന്താ പറയുക ചിക്കൻ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കാലത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് വചനത്തെക്കുറിച്ചിട്ടാണ്. വചനത്തിൻ്റെ ശക്തിയെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്
ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പൗലോ കൊയ്ലോ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ വചനം അതിനോടനുബന്ധിച്ചിട്ടുള്ള വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നിറഞ്ഞ് ആ വചനത്തിലൂടെ ആ കാര്യം ത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു വീട് പണിയുന്ന കാര്യത്തിലായാലോ, അല്ലെങ്കിൽ വിദേശത്ത് വരുന്ന കാര്യത്തിലായാലോ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്ന കാര്യത്തിലായാലോ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നം പരിഹരിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് വചനമാണോ, നമ്മൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി പേര് വചനം എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടി ഏകാഗ്രത കിട്ടും. ആ വചനത്തിൽ നമ്മുടെ മനസ്സ് ജീവിക്കാൻ തുടങ്ങും. ആ വചനത്തിൻ്റെ ശക്തി നമ്മിൽ നിറയും. അങ്ങനെ നമ്മൾ ബോധപൂർവമാണ് വചനം എഴുതുന്നത്. നമ്മൾ ചുമ്മാ കേട്ട് വിടുമ്പോൾ അത്ര ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളായിട്ട് എഴുതുമ്പോൾ, കാരണം പണ്ടൊക്കെ നമ്മളെ എംപോസിഷൻ എഴുതിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഗുണനപ്പട്ടിക പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് എംപോസിഷൻ അല്ലെങ്കിൽ കൂടി നമ്മളെ കൊണ്ട് 10 പ്രാവശ്യം എഴുതിയിട്ട് പോവാ, അല്ലെങ്കിൽ ഒരു പദ്യം പഠിക്കണമെങ്കിൽ 10 പ്രാവശ്യം എഴുതിയിട്ട് പോവാ. പോയൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളെ പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ്? റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അത് പെട്ടെന്ന് പഠിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഏകാഗ്രത കിട്ടും, നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സത് പഠിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനം റിപ്പീറ്റായിട്ട് എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ വചനത്തിൻ്റെ ശക്തി നിറയും. ആ വചനം നമ്മൾ കാണാതെ പഠിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് എഴുതണം എന്ന് പറയുന്നത്. ചിലർ കുറേ പേരൊക്കെ ഇപ്പോൾ എഴുതുന്നുണ്ട് വചനം. അപ്പോൾ എല്ലാവരും വചനം എഴുതണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നില്ല. വചനം എഴുതാൻ താല്പര്യമുള്ളവർ, സമയമുള്ളവർ വചനം എഴുതി പ്രാർത്ഥിച്ചാൽ അത്രയും നല്ലതാണ്. അല്ല, നമുക്ക് അതിന് സമയമില്ലെങ്കിൽ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, അതിൻ്റെ ശക്തി പ്രാപിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, അതല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തത് ഏത് വചനത്തിലൂടെയാണ്, ആ വചനം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് പ്രാർത്ഥിക്കണം, ഇന്ന വചനം വേണം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു വചനം വേണം, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വചനാനുബന്ധിയായിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് കാലത്ത് വന്നത്. അപ്പോൾ എല്ലാവർക്കും വചനത്തിൻ്റെ ശക്തി നിറഞ്ഞ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ബൈ.